Hi everyone, welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് +1 കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് മൊഡ്യൂളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ബേസിക് ടേംസുകൾ, ഇതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അപ്പോൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്നതാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി +1 കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ചാണ്. സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടൈറ്റിൽ തന്നെ എന്താണ് പറയുന്നത്? The theory base of accounting. അക്കൗണ്ടിങ്ങിന്റെ തിയറിറ്റിക്കൽ പാർട്ടാണ്. അതായത് ഒരു പ്രാക്ടിക്കൽ നോളജോടുകൂടി ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാം അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റികളുടെ തിയറിറ്റിക്കൽ നോളജ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് അതുകൊണ്ട് അസ്യൂം ചെയ്യുന്നത്, ഇതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഏതൊരു കാര്യം എടുത്താലും അല്ലെങ്കിൽ എവിടെയും നമ്മൾ പർട്ടിക്കുലർലി നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. എന്താണ് ഡിസിപ്ലിൻ എന്ന് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, എക്സ്പേർട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് റൂൾസും റെഗുലേഷൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുകയാണ് ഡിസിപ്ലിൻ എന്നൊരു പർട്ടിക്കുലർ വേർഡ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെയും അത് തന്നെയാണ്. അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാലാകാലങ്ങളായി ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഈ റൂൾസും റെഗുലേഷൻസും ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളുടെ എക്സ്പീരിയൻസ്, അവരുടെ തോട്ട്സുകൾ, അവരുടെ കുറച്ച് ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു അക്കൗണ്ടിങ് മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് എന്താണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുന്നത് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന്, നമുക്ക് അതിന്റെ റൂൾസും റെഗുലേഷൻസും അറിഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ്സ് പഠിക്കാം. എന്നെങ്കിൽ മറ്റൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡ്രൈവിംഗ് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെയോ കൂടെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. ഇത് രണ്ടിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നത് ഡ്രൈവിംഗ് ആണെങ്കിൽ കൂടിയും ആ ഒരു എക്സ്പേർട്ടുള്ള വ്യക്തികൾ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകാതെ തന്നെ നമുക്ക് റോഡിലൂടെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു റൂൾസും റെഗുലേഷൻസും എക്സ്പേർട്ടുകൾ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസിയുടെ ഡെബിറ്റ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഗിവിംഗ് ആസ്പെക്ട് ഏത്, റിസീവിംഗ് ആസ്പെക്ട് ഏത്, ഇതിന് ഒരു പ്രീ ഡിഫൈൻഡ് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ആ രീതിയിൽ ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റും. സോ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ തിയറിറ്റിക്കൽ നോളജ് ആണ് ഈ സെക്കൻഡ് ചാപ്റ്ററിലൂടെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് തിയറിറ്റിക്കൽ നോളജുമായി ബന്ധപ്പെട്ട് പ്രീ ഡിഫൈൻ ചെയ്ത കുറച്ച് റൂൾസും റെഗുലേഷൻസ് ആണെന്ന് പറയുന്നു. ഇത് നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ കേരളത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ട വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസുമാണ്. ഈ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനാണ്, അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറച്ച് അസംപ്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഗ്യാപ്പ്. ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൊണ്ട് മീൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കൺവെൻഷൻസ്, കുറച്ച് പ്രിൻസിപ്പിൾസ്, ഇതിന്റെ എല്ലാം കൂടെ ഒരു ആകെ തുകയാണ് നമ്മൾ ഗ്യാപ്പ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഈ ഗ്യാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബേസിക് നോളജ്, അല്ലെങ്കിൽ ഗ്യാപ്പിൽ എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അവിടെ ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, കുറച്ച് ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളാണ്. എന്താണ് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകൾ? അല്ലെങ്കിൽ ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം എന്താണ് അസംപ്ഷൻ ഉണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിന്റെ ഒരു സം തുക അല്ലെങ്കിൽ സം ടോട്ടലിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ബേസിക് കോൺസെപ്റ്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു അക്കൗണ്ടിംഗ് ബേസിക് കോൺസെപ്റ്റുകൾ ഏതെല്ലാമാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത്. നമുക്ക് ഫോക്കസ് ഏരിയയുമായി ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു 7 കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഫോക്കസ് ഏരിയ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു 7 കോൺസെപ്റ്റുകളാണ്. എന്നാൽ അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 7 കോൺസെപ്റ്റ് അല്ല, വീണ്ടും അതിന്റെ നമുക്ക് കോൺസെപ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഏകദേശം ഒരു 13 കോൺസെപ്റ്റ് അല്ലെങ്കിൽ 13 പ്രിൻസിപ്പിൾസുകൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമ്മളിവിടെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ +1 പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ ഞാൻ 7 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ മറ്റു പ്രിൻസിപ്പിൾസുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മറ്റുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾസ് ആയ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയട്ടെ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു അസംഷൻ ആണ്. എന്താണ് അസംഷൻ എന്നുകൊണ്ട് മീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെ സ്വന്തം ബിസിനസ് ആയിട്ട് നമ്മൾ പറയും. പക്ഷെ ഇവിടെ അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റിൽ നമ്മൾ ഈ രണ്ടായിട്ടാണ് കാണുന്നത്. ബിസിനസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണും ഞാനൊരു നാച്ചുറൽ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ നാച്ചുറൽ പേഴ്സന്റെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് എന്തെല്ലാം റൈറ്റ്സുകളുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം റൈറ്റ്സുകളുണ്ടോ അതേ റൈറ്റ്സ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് നമ്മൾ കാണാവൂ എന്നാണ് അക്കൗണ്ടിംഗ് വ്യൂ പോയിന്റിൽ ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ വേറെ, ബിസിനസ് വേറെ. ഈ രീതിയിൽ മാത്രമേ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാവൂ അല്ലെങ്കിൽ രേഖപ്പെടുത്താവൂ എന്നാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് പ്രിൻസിപ്പിൾസ് ഏതാ പറയുന്നത്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. എന്താണ് ഈ മണി മെഷർമെന്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് വരിക? സിമ്പിൾ ആയിട്ട് ഇതും പറഞ്ഞു കഴിഞ്ഞാൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. ഇത് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു കാരണവശാലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാറില്ല. എങ്കിൽ ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് 2 ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് എഴുതിയിട്ട് 2 lakhs എന്ന് നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. അല്ലാതെ എനിക്ക് 2 ബിൽഡിംഗ് ഉണ്ടെന്ന് ഒരു കാരണവശാലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് ഏത് കാര്യം കിട്ടിയാലും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം കിട്ടിയാലും അതിനെ എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ നമ്മൾ കൺവേർട്ട് ചെയ്ത് മോണിറ്ററി ടേംസിലോട്ട് ആക്കിയ ശേഷം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവൂ എന്നാണ് ഈ ഒരു മണി മെഷർമെന്റ് കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എവരി ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. തേർഡ് പ്രിൻസിപ്പിൾസ് എന്താണ് അല്ലെങ്കിൽ തേർഡ് അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോയിങ് കൺസെയിൻ കൺസെപ്റ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു ഓഫീസ്, ആ ഓഫീസിലുള്ള ജോലിക്കാർ വരും, അത് 50 വയസ്സ് അല്ലെ 60 വയസ്സ് റിട്ടയർ ആവും, പുതിയ ജോലിക്കാർ വരും. ഇങ്ങനെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ ഓഫീസിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് എന്നും അവിടെ കാലാകാലങ്ങളാൽ നിലനിൽക്കും. ഇതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനത്തിൽ. അവിടെ അസറ്റുകൾ വരും പോകും, അല്ലെങ്കിൽ ഓണേഴ്സ് വരും പോകും, അല്ലെങ്കിൽ എംപ്ലോയീസ് വരും പോകും. പക്ഷെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തില്ല? സ്റ്റോപ്പ് ഇല്ല. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഗോയിങ് കൺസെയിൻ കൺസെപ്റ്റ് എന്ന ആ ഒരു കൺസെപ്റ്റ് മുഖാന്തരം നമ്മൾ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിനൊരു എൻഡില്ല, ഒരു സ്റ്റോപ്പ് ഇല്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഓരോ അസറ്റിന്റെയും അതിന്റെ ഓരോ കാര്യങ്ങളുടെയും എന്താണ് അതാത് വർഷത്തെ ഇൻകവും എക്സ്പെൻസും അല്ലെങ്കിൽ അതാത് വർഷം തന്നെ ലോസുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷത്തേക്ക് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റൂല. കാരണം ഈ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഒരു ഫിക്സഡ് പീരീഡോടെ ഇല്ല, അതിനെ റൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതാത് വർഷത്തെ ലോസുകൾ, കാരണം നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഡിപ്രീസിയേഷൻ എല്ലാ വർഷത്തെയും അസറ്റിന്റെയും ഡിപ്രീസിയേഷൻ തേയ്മാനം അതാത് വർഷം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗോയിങ് കൺസെയിൻ കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ആ അത്തരം രീതിയിലുള്ള ആക്ടിവിറ്റികൾ നമ്മളിവിടെ കാണിക്കാറുള്ളത്. മറ്റൊരു പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. എന്താണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് നമ്മൾ ബിസിനസ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തത്. ഈ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ബിസിനസിന് ഒരു സ്റ്റോപ്പ് ഇല്ല. പക്ഷേ ഈ ബിസിനസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെവലപ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിനൊരു ഇന്റർവെൽ ഫിക്സ് ചെയ്യണം. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ആകാം, അല്ലെങ്കിൽ മന്ത്ലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇയർലി ബേസിലാണ്. ഇവിടെ നമ്മൾ അക്കൗണ്ടിംഗ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഇയർലി ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ലാഭനഷ്ട കണക്കുകൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഫിക്സ് ചെയ്യണമെന്നാണ് ഏത് പറയുന്നത്? ഈ അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആണ്. അഞ്ചാമത്തെ കോൺസെപ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? അഞ്ചാമത്തെ കോൺസെപ്റ്റ് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്
ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഡ്യുവൽ മീൻസ് ഡബിൾ എന്നുള്ള മീനിങ് ആണ്. ദാറ്റ് ഈസ് ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒന്ന് റിസീവിംഗ് ആസ്പെക്ട് ആയിരിക്കും, മറ്റൊന്ന് ഗിവിംഗ് ആസ്പെക്ട് ആയിരിക്കും. ഇവിടെ നമ്മൾ ടെക്നിക്കലി റിസീവിംഗ് ആസ്പെക്റ്റിനെയൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയും. അതുപോലെ തന്നെ ഗിവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ ടെക്നിക്കലി ക്രെഡിറ്റ് ചെയ്യുക എന്നൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ മറ്റൊരു രീതിയിൽ അറിയപ്പെടും ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ട് അക്കൗണ്ടുകൾ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒരു മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ ട്രാൻസാക്ഷനും നമുക്ക് രണ്ട് ആസ്പെക്റ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. ഇത് ഏത് പ്രിൻസിപ്പിൾസ് മുഖാന്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരിക. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ആണ് എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്. എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്? ആ വേർഡ് മീനിങ്ങിൽ തന്നെയുണ്ട്. ദാറ്റ് ഈസ് മാച്ചിങ് ആയിരിക്കണം. അവിടെ ഉണ്ടാവുന്ന ഇൻകവും എക്സ്പെൻസും തമ്മിലൊരു മാച്ചിങ് ഉണ്ടാവണം. ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു തുല്യത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, എത്രയാണോ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചിലവാക്കിയത്, ഇതിന്റെ ഡിഫറൻസുമായിട്ട് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾ ഇതിന്റെ കയ്യിലുള്ളത്, ഇത് തമ്മിലൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ, അതായത് വരവ് ചെലവ് കണക്കുകൾ തമ്മിലൊരു കറക്റ്റ് ആയിട്ടൊരു മാച്ചിങ് ഉണ്ടായിരിക്കണം, ഒരു ടാലി ഉണ്ടായിരിക്കണം, ഒരു ബാലൻസ് ലെവലിൽ പോകാവൂ എന്നാണ് ഈ മാച്ചിങ് കോൺസെപ്റ്റ് കൊണ്ട് നമ്മളിവിടെ മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസ് തന്നെയായിരിക്കണം. റവന്യൂ മൈനസ് എക്സ്പെൻസിന്റെ ഡിഫറൻസ് എപ്പോഴും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇത്തരം രീതിയിൽ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആറാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വരിക. സോ ഏഴാമത്തെ പ്രിൻസിപ്പിൾസ് ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? കൺസർവേറ്റിസം, അല്ലെങ്കിൽ ഈ കൺസർവേറ്റിസിന് മറ്റൊരു പേര് നമ്മൾ അറിയപ്പെടാറുണ്ട് പ്രൂഡൻസ് എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ എന്താണ് പ്രൂഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആന്റിസിപ്പേറ്റഡ് ഇൻകത്തിന് ഒരിക്കലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല. എന്നാൽ ആന്റിസിപ്പേറ്റഡ് ലോസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു കൺസർവേറ്റിസം പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് ആന്റിസിപ്പേറ്റഡ് ലോസുകൾ നമ്മൾ എപ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യും. അത് ഏത് പ്രിൻസിപ്പിൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ് കൊണ്ടാണ്, പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് അത്തരം രീതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ബേസിക്കലി നമ്മൾ ഒരു 7 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിച്ചിരുന്നാൽ മതി. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്കിൽ കൂടിയും മറ്റുള്ള പ്രിൻസിപ്പിൾസും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അക്കൗണ്ടിംഗ് കാര്യങ്ങൾ മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. സോ ഈ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടി നമുക്ക് പരീക്ഷാ വ്യൂ പോയിന്റിൽ ഏത് രീതിയിലാണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കുറച്ച് ടേബിൾ തന്നിട്ട് ഏകദേശം 1 മുതൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഈ 50 ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ, അക്കൗണ്ടിംഗുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ തരും. എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത് ഏത് കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾസ് എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഏകദേശം ഞാനൊരു 50 എണ്ണം പോലെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 50 എണ്ണത്തിൽ നിങ്ങൾ ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് ഏത് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഓരോന്നും നിങ്ങൾ നോക്കിയെന്ന് മാത്രമേ നമുക്ക് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കാൻ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീവിയസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ടേംസുകൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഓരോന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ, ഈ ഒരു 50 മോഡൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കൊണ്ട് പോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ആ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു 13 പ്രിൻസിപ്പിൾസ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് 7 പ്രിൻസിപ്പിൾസ് അറിയെങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചു നോക്കിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഓരോ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും പറയണം. സോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.